പതിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച നടനായി പൃഥ്വിരാജ് സുകുമാരനെയും മികച്ച നടിമാരായി ഉർവശിയെയും ബീന ആർ ചന്ദ്രനെയും തെരഞ്ഞെടുത്തു. ജിയോ ബേബി സംവിധാനം ചെയ്ത കാതലാണ് മികച്ച ചിത്രം. ബ്ലസ്സിയാണ് മികച്ച സംവിധായകൻ. മികച്ച പിന്നണി ഗായകനായി സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്ററെ തെരഞ്ഞെടുത്തു. ജനനം 1947, മരണം തുടരുന്നു എന്ന സിനിമയിലെ ഗാനത്തിനാണ് പുരസ്കാരം. തിരുവനന്തപുരത്ത് മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. സംവിധായകനും തിരക്കഥാകൃത്തുമായ സുധീർ മിശ്ര അധ്യക്ഷനായ ജൂറിയാണ് പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തത്. വയനാട് ഉരുൾപൊട്ടലിൽ 1555 വീടുകൾ വാസയോഗ്യമല്ലാതായെന്നും 600ഓളം ഹെക്ടർ ഭൂമിയിലെ കൃഷി നശിച്ചതായും സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ദുരിതബാധിതരുടെ പുനരധിവാസം ഉറപ്പാക്കാനും ശ്രദ്ധിക്കണമെന്ന് കേസ് പരിഗണിച്ച ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. കേസിൽ കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം, ദേശീയ പാത അതോറിറ്റി തുടങ്ങിയവരെ ഹൈക്കോടതി കക്ഷി ചേർത്തു. ദുരന്തവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. വയനാട്ടിലെ മണ്ണിടിച്ചിലിൽ പ്രശ്ന സാധ്യതയുള്ള എല്ലാ സ്ഥലത്തെയും വിഷയം പരിഗണനയിലുണ്ടാകുമെന്ന് കോടതി പറഞ്ഞു. ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനെ കാണാതായിട്ട് 1 മാസം പിന്നിടുന്നു. അർജുനെ കണ്ടെത്താനായുള്ള തെരച്ചിലിനായി ഡ്രഡ്ജർ എത്തിക്കുന്നതിൽ പ്രതിസന്ധി തുടരുകയാണ്. പുഴയിലെ മണ്ണ് നീക്കം ചെയ്ത് പരിശോധിക്കുന്നതിനായാണ് ഡ്രഡ്ജർ എത്തിക്കുന്നത്. ഇതിനിടെ ഗംഗാവലി പുഴയിൽ നടത്തിയ തെരച്ചിലിനിടെ ലോറിയുടേതെന്ന് സംശയിക്കുന്ന ലോഹഭാഗങ്ങൾ വീണ്ടും കണ്ടെത്തി. നാവികസേന ഇന്ന് നടത്തിയ തെരച്ചിലിലാണ് കൂടുതൽ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയത്. മാധ്യമപ്രവർത്തകനായ KM ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ IAS ഉദ്യോഗസ്ഥൻ ശ്രീറാം വെങ്കിട്ടരാമൻ കോടതിയിൽ കുറ്റം നിഷേധിച്ചു. കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ച ശേഷമാണ് ശ്രീറാം വെങ്കിട്ടരാമൻ കുറ്റം നിഷേധിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം കേസ് പരിഗണിച്ചപ്പോഴും ശ്രീറാം ഹാജരാകാത്തതിനെ കോടതി വിമർശിച്ചിരുന്നു. തുടർന്നാണ് ഇന്ന് 1ാം അഡീഷണൽ സെഷൻ കോടതിയിലാണ് ഹാജരായത്. കുറ്റകരമായ നരഹത്യ ഉൾപ്പെടെ 4 വകുപ്പുകൾ ചുമത്തിയാണ് ശ്രീറാം വെങ്കിട്ടരാമനെതിരായ കുറ്റപത്രം. മോട്ടോർ വാഹന നിയമം, IPC 279, 201, 304 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കുറ്റം ചുമത്തിയിരിക്കുന്നത്. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പോലീസ് മൊഴിയെടുത്ത ശേഷം വിട്ടയച്ച CPM അനുകൂല സാമൂഹ്യ മാധ്യമങ്ങളിലെ അഡ്മിന്മാരുടെ വിവരങ്ങൾ രഹസ്യമാക്കി പോലീസ്. ചോദ്യം ചെയ്തവരുടെ മേൽവിലാസം രേഖപ്പെടുത്താതെയാണ് ഹൈക്കോടതിയിലും പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. പോലീസ് CPMുമായി ചേർന്ന് ഒത്തുകളിക്കുകയാണെന്നാരോപിച്ച് പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് UDFന്റെ തീരുമാനം. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ വ്യാപകമായ ഇടിമിന്നലോടുകൂടിയ മിതമായ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്ക് കിഴക്കൻ അറബിക്കടലും തെക്കൻ കേരള തീരത്തിനു മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതാണ് മഴയ്ക്ക് കാരണം. കൊൽക്കത്തയിലെ ജൂനിയർ ഡോക്ടറുടെ കൊലപാതകത്തിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം ശക്തമാകുന്നു. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് IMA അടക്കമുള്ള ഡോക്ടർമാരുടെ സംഘടനകൾ മുന്നറിയിപ്പ് നൽകി. ആശുപത്രി സേഫ് സോണുകളായി പ്രഖ്യാപിക്കണം. ആശുപത്രി ജീവനക്കാർക്കെതിരായ അക്രമങ്ങൾ തടയാൻ കേന്ദ്ര നിയമം വേണം. ആശുപത്രിയിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. കൊല്ലപ്പെട്ട പെൺകുട്ടിക്ക് നീതി വേണം എന്നിവയാണ് സമരക്കാരുടെ ആവശ്യങ്ങൾ. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ഉടൻ പ്രഖ്യാപിക്കില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. 47 ഇടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടത്താനുണ്ടെന്നും പ്രകൃതി ദുരന്തമുണ്ടായ വയനാട് ഉടൻ തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. സാഹചര്യം പരിശോധിച്ച് ഒന്നിച്ച് ഉപതെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കും. കാലാവസ്ഥയടക്കമുള്ള ഘടകങ്ങൾ മാനദണ്ഡമാകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. ജമ്മു കാശ്മീർ, ഹരിയാന സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. ജമ്മു കാശ്മീരിൽ 3 ഘട്ടമായിട്ടായിരിക്കും വോട്ടെടുപ്പ്. ആദ്യഘട്ടം സെപ്റ്റംബർ 18-നും 2ാം ഘട്ടം സെപ്റ്റംബർ 25-നും 3ാം ഘട്ടം ഒക്ടോബർ 1-നും നടക്കും. ഹരിയാന ഒക്ടോബർ 1-ന് ഒറ്റഘട്ടമായി വിധിയെഴുതും. ഒക്ടോബർ 4-നായിരിക്കും വോട്ടെണ്ണൽ. 70ാം ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 2022-ലെ ചിത്രങ്ങൾക്കുള്ള പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. 2022 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ സെൻസർ ചെയ്ത ചിത്രങ്ങളെയാണ് പുരസ്കാരത്തിനായി പരിഗണിച്ചത്. മികച്ച നടൻ ഋഷഭ് ഷെട്ടി, മികച്ച നടി നിത്യ മേനോൻ, മാനസി പരേഖ്, മികച്ച സംവിധായകനായി സൂരജ് ആർ ബർജാത്യ, ജനപ്രിയ ചിത്രം കാന്താര. പ്രത്യേക ജൂറി പുരസ്കാരം നടൻ മനോജ് ബാജ്പേയിക്കും ലഭിച്ചു.